ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒട്ടകപ്പക്ഷിയുടെ മുട്ട കൊണ്ട് അപ്പം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെക്കേഷന് ദുബായിലേക്ക് പോയി വന്നപ്പോൾ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ ഷെല്ലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഒറിജിനൽ മുട്ട തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് മുട്ടപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. മുട്ടയ്ക്ക് ഭയങ്കര വെയിറ്റാണ്. ഒരു കൈ കൊണ്ട് നമ്മളിങ്ങനെ ഉയർത്തുമ്പോൾ നമുക്ക് ഭയങ്കര വെയിറ്റ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വെയിറ്റ് നോക്കണം. ചെറിയൊരു മെഷീൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതുമൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ വെയിറ്റ് കാണുന്നത് 1400 1.5 കിലോന് 100 കുറവാണ്. ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 1.5 കിലോനോളം വെയിറ്റ് ഉള്ള ഒരു മുട്ടയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് അല്ലേ. നമ്മുടെ കോഴിമുട്ടേനെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. വളരെ കുഞ്ഞിതല്ലേ. ഈ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ അടുത്ത് നമ്മുടെ കോഴിമുട്ട വളരെ ശിശുവാണ് അല്ലേ. വളരെ ശിശു എന്ന് പറഞ്ഞാൽ വളരെ ശിശുവാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം 18 കോഴിമുട്ടകൾ ഒരുമിച്ച് ചേർത്താൽ എത്രയുണ്ടാവും അത്രയും വലിയതാണ് നമ്മുടെ ഈ ഒരു ഒട്ടകപ്പക്ഷിയുടെ മുട്ട എന്ന് പറയുന്നത്. നമുക്കിനി ഇതിനെ അരം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഷെല്ലിന് ഭയങ്കര കട്ടിയാണ്. അപ്പോൾ ഇത് അരം വെച്ചിട്ട് എത്ര ഉരച്ചാലും പെട്ടെന്നൊന്നും പൊട്ടില്ല. കുറേ കഷ്ടപ്പെടേണ്ടി വരും. എന്താ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ആകൃതിയിൽ ഷെല്ലിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കും വേണമല്ലോ. വേണമെങ്കിൽ നമുക്ക് തല്ലി പൊട്ടിക്കാനൊക്കെ പറ്റും. പക്ഷേ അങ്ങനെയല്ല. കുറച്ച് നല്ല ഭംഗിയിൽ ഷെല്ല് കിട്ടുകയാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്കിത് ഉപയോഗിക്കാമല്ലോ. ഒന്നില്ലെങ്കിൽ ആളുകൾ വരുമ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യാമല്ലോ. ഇത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ ഷെല്ലാണ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാമല്ലോ. എന്നുവെച്ചാൽ നമ്മൾ ഭൂരിഭാഗം പേരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. നമ്മൾ ഒട്ടകപ്പക്ഷിയുടെ ഞാനും ദുബായിൽ അവിടെ പോയതിന് ശേഷമാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം മുട്ടതി പൊട്ടാറായിട്ടുണ്ട്, കട്ടാവാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഷെല്ലിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉൾഭാഗമൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട്. നമ്മൾ ഉദ്ദേശിച്ച ആ രീതിയിൽ തന്നെ നമുക്ക് ആ ഷെല്ല് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷ്മതയോട് കൂടിയിട്ട് വേണം കാര്യങ്ങൾ നിൽക്കാനായിട്ട്. അപ്പോൾ ഈ സ്ക്രൂ ഡ്രൈവറും പിന്നെ അതുപോലെ തന്നെ കത്തിയൊക്കെ ഇട്ട് അതിൻ്റെ ഷെല്ലിനെ ഒന്ന് വിടർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ അപ്പോൾ രണ്ടായിട്ട് പിളർന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷെല്ലൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് പകർത്താനായിട്ട് നമ്മളൊരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലേക്ക് പകർത്താം കേട്ടോ. അത് ആദ്യം വലിയൊരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഒഴിച്ചപ്പോൾ അത് അങ്ങോട്ട് നിറഞ്ഞു പോയി. പിന്നീട് ഇത് വേറൊരു ബൗളും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതായിരിക്കും കൊണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 18ഓളം കോഴിമുട്ടയുടെ അത്രയും വലിപ്പമുണ്ടാകും ഒരു ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്കെന്ന്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ അല്ലേ. അത്രയും വലിയ 2 ബൗളുകൾ നിറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ മുട്ട കൊണ്ട് അപ്പം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, കുട്ടികൾ നല്ല ഭംഗിയിൽ നല്ല രീതിയിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുത്ത് തന്നിട്ടുണ്ട്. നല്ല പകുതിയാക്കിയിട്ട് തന്നെ അടിപൊളിയായിട്ട്. അപ്പോൾ 2 ബൗള് ഇത് ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു ഗൈസ്. ഈ പാത്രത്തിൻ്റെ പകുതിയോളം ഉണ്ട് കണ്ടോ. നമുക്ക് ഇതിന് കുറച്ചെടുത്തിട്ട് മുട്ടപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സബോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ സബോള കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ടിടാം. അപ്പോൾ നമ്മളിത് 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് 1/2 സ്പൂണ് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇടാം കേട്ടോ. എന്നിട്ട് അപ്പം ഉണ്ടാക്കണ്ട. നമുക്ക് ഇതിനൊരു 3-4 തവി എടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വേപ്പില ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. വേപ്പില കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗവിൽ നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓണാക്കി കൊടുക്കാം. ഇനി ചട്ടി ചൂടാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട് ഗൈസ് കണ്ടോ. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതാട്ടോ നമ്മുടെ പക്ഷിയുടെ മുട്ട കണ്ടോ. നമ്മൾ ശരിയാക്കാൻ പോവാണ്. ചട്ടിപ്പ് ചൂടായിട്ടുണ്ട്. അപ്പോൾ
ഇത് അപ്പം ഉണ്ടാക്കാൻ പോവാണ്. ഇത് നമുക്കിനി ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് 2 എണ്ണം 3 എണ്ണം ഒക്കെ ഉണ്ടാക്കാനുള്ള ധാരാളം ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. ഒഴിക്കാൻ പോവാണ്. ഇതേ മറിച്ചിടാറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മറിച്ചിടാം കേട്ടോ. മറിച്ചിട്ട് കൊടുക്കാം. ഇതാ ആയിട്ടുണ്ട് ഗൈസ്. അപ്പം ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇതാ നമ്മുടെ മുട്ട നമ്മുടെ ഈ ഒരു പ്ലേറ്റിലേക്ക് ഇടാൻ പോകുന്നത്. ഇത് 2ാമത്തെയാണ്. അപ്പം അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുക്കാം. ആദ്യത്തെ കുറച്ച് എരിവ് കുറവായിരുന്നു. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടി മുകളിൽ നമുക്കിങ്ങനെ തൂവി കൊടുക്കാം കേട്ടോ. നിങ്ങളാരും ഞാനൊരു ഇൻ്റർനാഷണൽ ഷെഫാന്നൊന്നും വിചാരിക്കണ്ട. ഞാനൊരു സാധാരണ ഒരു വീട്ടമ്മ പാചകക്കാരി. ഇതൊന്ന് മാറ്റി. വാവ്, സൂപ്പർ. കുറച്ചുകൂടെ സ്പൈസിയാണ് ഗൈസ്. കുരുമുളക് പൊടി കൂടുതലുണ്ട്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു മീ. അപ്പോൾ ഗൈസ് ഞാനെണ്ണ തിന്നാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.